അന്തരിക്ക് നമസ്കാരം. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഒരു ലേസി ഡേ. രാവിലെ തന്നെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഒരു ചായ കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും വൻപയർ കറിയായിരുന്നു. അതൊക്കെ കൊടുത്ത് ഏട്ടനെ യാത്രയാക്കി. അപ്പോഴത്തേക്ക് നിക്കി എണീറ്റു. നിക്കി രാവിലെ ഏട്ടൻ കൊണ്ടുവന്ന മാങ്ങ കണ്ടതുകൊണ്ട് രാവിലെ മാങ്ങ തന്നെ കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ വെളിയിലാണ് നിൽക്കുന്നത്. ഇവിടെ അപ്പുറം ഇപ്പറയൊക്കെ ഉള്ളവർ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ പണികളൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങി. ഇപ്പം സമയം 11 മണിയായി. ഞാൻ രസം വെച്ചു. രാവിലത്തെ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പയറ് അത് ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചെമ്മീൻ്റെ ഏറ്റവും സ്മോൾ സൈസിലുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നു, കുറച്ച് സവോളയൊക്കെ ഇട്ട്. ആക്ച്വലി ഇത് നമ്മളത് ഫ്രൈ ചെയ്ത് കഴിയുമ്പം സവോളയൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഒരു രുചിയാണ് ഇതിന്. അങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ നിക്ക് ഇവിടെയുള്ള നിക്ക് PKGയിലൊക്കെ പോകാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലാണ്. ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ പകുതി എടുക്കും, പിന്നെ അത് ആ വഴിക്കങ്ങ് പോകും. ഇവിടെ ഭയങ്കര കാറ്റും ഭയങ്കര ചൂടുമാണ്. ഇപ്പോൾ മെയ് പകുതി കഴിഞ്ഞല്ലോ, എന്നിട്ടും പോലും മഴ എത്തിയിട്ടില്ല. ഒരു മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ആശ്വാസമുണ്ട്. കാരണം ഇവിടെ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആകും. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി നമുക്ക് കുറച്ച് തണുപ്പൊക്കെ വരും. നേരത്തെ ക്വാർട്ടേഴ്സ് മാറി അവിടെ റെനോവേഷൻ ആയതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് കിട്ടി. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ വന്ന് പറയുന്നത് നമുക്ക് ദൃശ്യം 3 കാണാൻ പോകുന്നത്. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. തറ തുടയ്ക്കുന്നു, അടുക്കി വയ്ക്കാനുള്ള അടുക്കിയൊക്കെ വെച്ചു. പിന്നെ നാളെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതും അരച്ചു വെച്ചു. അതിനിടയ്ക്ക് ഞങ്ങളുടെ ലഞ്ചും കഴിഞ്ഞു. 3 മണിക്കത്തേക്കാണ് നമ്മൾ ഊബർ ബുക്ക് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നിക്കിനെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തി. പിന്നെ നിക്കിയുടെ എൻ്റെ ഡ്രസ്സ് തേക്കാനുണ്ടായിരുന്നു, അതും തേച്ചു. അതിനുശേഷം ഞാൻ കുളിക്കാൻ പോകുന്നത് ഹെയർ കെയർ മുഖ്യമായതുകൊണ്ട് ഞാൻ കുറച്ച് പേരയിലേക്ക് എടുത്ത് തലയിൽ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 3 മണിയായി. പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എല്ലാം ഹറിബറിയായിരുന്നു. നമ്മളൊരു 7 സീറ്റർ നോൺ AC കാറായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പുറത്തുനിന്ന് ചൂട് കാറ്റടിച്ചിട്ട് എൻ്റെ കണ്ണൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിക്കിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ഒരു 7 കിലോമീറ്ററിനുള്ളിലായിരുന്നു തിയേറ്റർ. നമ്മളൊരു മാളിലാണ്, മന്ത്ര എന്ന് പറയുന്ന മാളിലായിരുന്നു. അട്ടാപ്പൂറിലായിരുന്നു സ്ഥലം. നമ്മളൊരു 3:45 അവിടെ എത്തി. 4:30ക്കാണ് സിനിമ. ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു തിയേറ്റർ. നമ്മൾ എസ്കലേറ്റർ വഴിയാണ് പോയത്. അപ്പോഴാണ് നിക്കിയുടെ കണ്ണിൽ പ്ലേ സ്റ്റേഷൻ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ അവിടെ സ്റ്റക്കായിരുന്നു. ആ വണ്ടിയിലൊക്കെ കയറി നടക്കലായിരുന്നു. അവിടെ നിന്ന് ഇറക്കാൻ വലിയ പാടുപെട്ടു. പിന്നെയും സമയം മിച്ചമുള്ളതുകൊണ്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. നിക്കിക്ക് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. നിക്കി ചില സമയത്ത് സിനിമയൊക്കെ ഇരുന്ന് കാണും, ചില സമയത്ത് ആൾ വയലൻ്റാണ്. ഇപ്രാവശ്യം കുറച്ച് നേരം കണ്ടു, പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയും ചാടിയൊക്കെ നടക്കലായിരുന്നു. സിനിമ ഒരു ആവറേജ് ആണ് എനിക്ക് തോന്നിയത്. കാരണം സെക്കൻഡ് പോലെ എനിക്ക് അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം നമ്മൾ ഓരോ ബിരിയാണിയൊക്കെ കഴിച്ച് ക്വാർട്ടേഴ്സിലോട്ട് തിരിച്ചു പോയി. ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി.